മൂവാറ്റുപുഴ കടാതി പാലത്തിന് സമീപം പുരാതനമായ കെട്ടിടത്തിലെ ഒറ്റമുറിയിൽ ഒരു കൊച്ചു പീടികയുണ്ട്. രുചിവൈവിധ്യമുള്ള ഈ ചായക്കടയിലെത്തുന്ന അതിഥികൾ നാട്ടുകാർ മാത്രമല്ല, ചായയും ചെറു പലഹാരങ്ങളും കഴിക്കാൻ കടല് കടന്നും അതിഥികൾ ഇവിടെ എത്തുന്നുണ്ട്. പുരാതനമായ കെട്ടിടത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കടാതി പാലത്തിന് സമീപത്താണ് മോഹനൻ ചേട്ടന്റെ ചായക്കട. മൂവാറ്റുപുഴ കടാതി കോട്ടമാലയിൽ മോഹനന് 2 തലമുറയായി കൈമാറി കിട്ടിയതാണ് ഈ ചായക്കട. 3-ാം തലമുറയാണ്. ഭാര്യയുടെ അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തു. 42 വർഷമായി ഞാനിത് നടത്തുന്നു. രാവിലെ 7 മണിക്ക് മുതൽ രാവിലെ പുട്ട്, അപ്പം, പയറ്, കടലക്കറി, മുട്ടക്കറി, പഴം എന്നും ഉണ്ടാവും. പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുകടികൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വിദേശികൾ വരുന്നുണ്ട്, സായിപ്പന്മാർ. അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിങ്ങനെ പരിചയപ്പെട്ട് അവർ ഇവിടെ അടുത്ത് ഒരു റിസോർട്ട് പണിതു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അവർ രാവിലെ വിളിച്ചു പറയും ഇത്ര പേര് വരുമെന്ന്. അവർക്കുള്ള പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. പരിപ്പുവട, ബോളി, പപ്പടവട, കപ്പ വറുത്തത്. പാചകങ്ങൾ ഗ്യാസിലേക്ക് മാറിയപ്പോഴും വിറകടുപ്പിലാണ് ഇപ്പോഴും പാചകം എന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ എത്തുന്നവർക്ക് പപ്പടവട, പരിപ്പുവട, പഴംപൊരി, നാടൻ ചെറുപഴങ്ങൾ, കപ്പ വറുത്തത് എന്നിവ എപ്പോഴും ഉണ്ടാകും. കൂടാതെ രാവിലെ പുട്ട്, അപ്പം, ചെറുപയർ, കടല, മുട്ടക്കറി എന്നിവയാണ് വിഭവങ്ങൾ. ഭാര്യയുടെ അച്ഛനും അതിനു മുൻപ് മുത്തച്ഛനുമാണ് കട നടത്തിയിരുന്നതെന്നും കഴിഞ്ഞ 42 വർഷമായി താനാണ് നടത്തിവരുന്നതെന്നും മോഹനൻ ചേട്ടൻ പറഞ്ഞു. കടയിലെത്തുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും. കഴിച്ച് തൃപ്തിയോടെ വേണം വരുന്നവർ തിരിച്ചു പോകാനെന്ന് മോഹനൻ ചേട്ടന് നിർബന്ധമാണ്. കടാതിയിലെ റിസോർട്ടിൽ താമസിക്കാനെത്തുന്ന വിദേശികൾ കടയിലെത്താറുണ്ട്. ഇതോടെയാണ് മോഹനൻ ചേട്ടന്റെ രുചിപ്പെരുമ കടല് കടന്നത്. പരിപ്പുവടയും പപ്പടവടയും പഴംപോളിയും ചെറുപഴങ്ങളുമാണ് വിദേശാതിഥികൾക്ക് ഏറെ ഇഷ്ടം. Yes, I think we haven't been anywhere quite like this before. This is new for us. So. മോഹനൻ ചേട്ടന്റെ ചായക്കടയിൽ പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വത്സലയും ഒപ്പമുണ്ട്. ആധുനികതയുടെ പകിട്ടുകളില്ല, വലിയ ഫ്ലെക്സ് ബോർഡുകളില്ല. ഈ കൊച്ചു ചായക്കട തേടി ഇപ്പോൾ വിദേശികളും എത്തുന്നു. Tea shop. It's full of bananas. And we like bananas, and we've been eating banana fritters, which are very good.